ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിന് മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം ചെത്തി കളഞ്ഞ ശേഷം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ടാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ടാക്കി എടുക്കണം. പിന്നെ ഞാനതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരച്ചെടുക്കുമ്പോൾ അതിൽ ചെറിയ തരിയോ ചെറിയ കഷ്ണങ്ങളോ ഒന്നുമില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇതാ കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലായിരിക്കണം നമുക്ക് ഉരുളക്കിഴങ്ങ് അരച്ച് എടുക്കേണ്ടത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചതച്ച മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പച്ചമുളകാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കടലമാവാണ്. ഇതൊരു 1/4 കപ്പ് കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിന് ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പതഞ്ഞ് വരുന്ന പോലെ നന്നായിട്ട് കയ്യിൽ വെച്ച് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് കറക്റ്റ് ലെവലിൽ കിട്ടുള്ളൂ. കണ്ട, ഇതുപോലെ ഇരിക്കണം ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കിട്ടുമ്പോൾ. ഇനി നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് കോരി ഒഴിക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് വേഗം അടി പിടിച്ചിട്ട് ഉള്ളൊന്നും വേവാത്ത പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 6 എണ്ണം ഞാനിതിൽ ഒരു വട്ടം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു 2 ട്രിപ്പ് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ഇത് വേവാത്ത പോലെ ഉള്ളൊക്കെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതൊരു അരിപ്പക്കൈയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് വാർന്നു പോകാനായിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചായക്ക്, പ്രത്യേകിച്ച് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റണ ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.